നമസ്കാരം. ഇന്നത്തെ വിഷയം സർഗാത്മകതയും ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളും, ഒരു നൂൽപ്പാല യാത്ര. ഇത് നൂൽപ്പാലത്തിലൂടെ എന്ന് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം, നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കൂടെ തന്നെ, അതിനോടൊപ്പം തന്നെ നമ്മുടെ സർഗാത്മകമായ വശത്തെയും ഒരേപോലെ വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. സർഗാത്മകത എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന കലാപരമായിട്ടുള്ള, സാഹിത്യപരമായിട്ടുള്ള പല കഴിവുകളും, അതായത് എന്തെങ്കിലും പുതിയതായി സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ്. അതൊരു പക്ഷേ ഒരു സാഹിത്യകൃതിയാകാം, ഒരു ചിത്രമാകാം, ഒരു കവിതയാകാം, ഒരു പക്ഷേ ഒരു ഇന്നത്തെ മേഖലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ആയിരിക്കാം, ഒരു ഇൻസ്റ്റാഗ്രാം റീലായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ക്രിയാത്മകമായ അല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള സൃഷ്ടികൾ, അതിനുള്ള ഒരു കഴിവ്. അത്തരത്തിലുള്ള കഴിവുള്ള അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ആ കഴിവുകൾ വിജയകരമായി ഒരു വളരെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും അതിനോടൊപ്പം തന്നെ സ്വന്തം ഔദ്യോഗികമായ ചുമതലകളെ മറക്കാതെ അവയെയും വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന അപൂർവം വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളെ പറ്റിയും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു നൂൽപ്പാലക്കളി സാധിക്കാതെ പോയിട്ടുള്ള വ്യക്തികളെ പറ്റിയും, അതുപോലെ തന്നെ ഈ നൂൽപ്പാലക്കളി വേണ്ടെന്ന് വെച്ച് പൂർണ്ണമായും സർഗാത്മകമായ സൃഷ്ടികളിലേക്ക് ഇറങ്ങിയ വ്യക്തികളെ പറ്റിയുമൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു നൂൽപ്പാലക്കളി കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്ന പല പ്രശസ്തരായ വ്യക്തികളെ പറ്റിയും നമുക്ക് ഉദാഹരിക്കാം. അതിൽ പ്രഥമ സ്ഥാനം എന്തുകൊണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ശശി തരൂറിന് തന്നെ ആയിരിക്കാം. ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം തൻ്റെ 20കളിൽ തന്നെ അദ്ദേഹം PhD എടുത്തു. അത് തന്നെ ഡബിൾ PhD. അതിനുശേഷം അദ്ദേഹം UN ഉദ്യോഗസ്ഥനായി. അവിടെ ഉദ്യോഗസ്ഥനായതിനു ശേഷം അദ്ദേഹം പിന്നീട് തിരിച്ചു വന്ന് ഇന്ത്യയിൽ വന്നു. അദ്ദേഹം MP ആയി മത്സരിച്ചു തിരുവനന്തപുരത്ത് നിന്നും. അതിൽ വിജയിച്ച് അദ്ദേഹം പാർലമെൻറ്റിലെത്തി. അദ്ദേഹം വളരെ വിജയങ്ങൾ കൈവരിച്ച വ്യക്തിയാണ്. സ്വന്തം ഔദ്യോഗിക അദ്ദേഹത്തിൻ്റെ ഒരു സബരി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വളരെയധികം വിജയങ്ങൾ കൈവരിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ സാഹിത്യപരമായിട്ടുള്ള അദ്ദേഹത്തിന് സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ മറന്നിട്ടില്ല എന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കാരണം അദ്ദേഹം UN ഇരുന്ന സമയത്തും, അദ്ദേഹം അത് കഴിഞ്ഞ് MP ആയ സമയത്തും ഒക്കെ തന്നെ അദ്ദേഹം തൻ്റെ സാഹിത്യപരമായ കഴിവുകളിൽ അഭിരമിച്ചിരുന്നു. അദ്ദേഹം അതിന് വളരെ പ്രശസ്തമായ പല പുസ്തകങ്ങൾ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്, അദ്ദേഹം വീഡിയോകൾ ഇടുന്നുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം പല മേഖലകളിലും വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും അദ്ദേഹത്തിന് വിജയം കൈവരിക്കാനും സാധിച്ചു എന്നത് ഒരു അഭൂതപൂർവമായ ഒരു കഴിവ് തന്നെയാണ്. അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. കാരണം അദ്ദേഹം കൈവച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും വിജയിക്കാൻ സാധിക്കുക എന്ന ഒരു കഴിവുള്ള ഒരു അത്യപൂർവമായ ഒരു വ്യക്തിത്വമാണ് ശ്രീ ശശി തരൂർ. ഇതിനുശേഷം നമുക്ക് പറയാൻ സാധിക്കുക, ഒരുപക്ഷെ മലയാള സാഹിത്യത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശ്രീ സേതുവിനെ ഒരുപക്ഷെ ഇന്നത്തെ പുതുതലമുറയിലുള്ള പലർക്കും അറിയത്തില്ലായിരിക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡവപുരം എന്ന ഒരു രചന അത് വളരെ പ്രശസ്തമായിരുന്നു. വളരെയധികം പ്രശസ്തി ഏറ്റുവാങ്ങിയ, വളരെയധികം അവാർഡുകൾ കിട്ടുകയും ചെയ്ത രചനയാണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡവപുരം. അദ്ദേഹം എഴുതുന്നത് അദ്ദേഹം ഒരു ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ്. അദ്ദേഹം ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുകയും അവിടെ മാനേജറും വളരെ വലിയ ചീഫ് മാനേജറൊക്കെ ഉള്ള വളരെ വലിയ പദവികളിൽ ഇരുന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ് ശ്രീ സേതു. അപ്പോൾ ആ ഒരു ബാങ്കിങ് പോലെ വളരെ ഉത്തരവാദിത്ത ചുമതലകളുള്ള, അതുപോലെ തന്നെ വളരെയധികം തലവേദന പിടിച്ച ഒരു ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനൊപ്പം തന്നെ സർഗാത്മകമായ സൃഷ്ടിയിൽ ഏർപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അത് സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് സാധിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അത് സാധിച്ച ഒരു അപൂർവം വ്യക്തിയാണ് ശ്രീ സേതു. അതുപോലെ തന്നെയുള്ള വ്യക്തിത്വങ്ങളാണ് ശ്രീ എം മുകുന്ദൻ. ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്തിരുന്ന, ഫ്രഞ്ച് കൺസുലേറ്റുമായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹം രചിച്ചത്.
അത് കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ചെറുകഥകളുടെ കുലപതി എന്ന് നമ്മൾ പറയുന്ന ശ്രീ ടി പത്മനാഭൻ, അദ്ദേഹം വളരെ പ്രശസ്തമായ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊക്കെയുള്ള വളരെ പ്രശസ്തമായ ചെറുകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വളരെയധികം രചനകൾ ഇന്നും അദ്ദേഹം എഴുതിക്കൊണ്ട്, ഈ 90 വയസ്സ് കഴിഞ്ഞിട്ട് പോലും അദ്ദേഹം ഇന്നും സാഹിത്യ രചനയിൽ വ്യാപൃതനാണ്. അത് അദ്ദേഹം ഇത്രയധികം അദ്ദേഹം കഥകളൊക്കെ എഴുതിയിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഔദ്യോഗികമായ ചുമതലകൾ ഇരുന്നത്. ആ ഒരു സമയത്തും അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ വളരെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും വളരെ ഉയരങ്ങളിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇതുകൂടാതെ തന്നെ നമുക്ക് പറയാവുന്ന വ്യക്തിത്വങ്ങളാണ് ശ്രീ MT വാസുദേവൻ നായർ. അദ്ദേഹം കൈവച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും പ്രശസ്തി കൈവരിച്ചിട്ടുള്ള വ്യക്തിയാണ്. സാഹിത്യമായിക്കോട്ടെ, അദ്ദേഹം പത്രാധിപരായിട്ടിരുന്നിട്ടുണ്ട് മാതൃഭൂമിയുടെ. അതുകൂടാതെ അദ്ദേഹം സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു, സംവിധായകനായി, അദ്ദേഹം തിരക്കഥാകൃത്തായി. ഈ മേഖലകളിലൊന്നും അദ്ദേഹം ഒരിടത്തും അദ്ദേഹം ഒരു താഴ്ന്നു പോയിട്ടില്ല. അദ്ദേഹം എല്ലാ മേഖലകളിലും അദ്ദേഹം വലിയ വിജയങ്ങൾ കൈവരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനയെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഔദ്യോഗികമായ ജോലികൾ, അതായത് പത്രാധിപരമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം സർഗാത്മകമായ രചനകളിലും അദ്ദേഹം വ്യാപരിച്ചിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളെല്ലാം അപൂർവമായ വ്യക്തിത്വങ്ങളാണ്. ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ എല്ലായിടത്തും കാണണമെന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ടാകും. അവർ രണ്ട് മേഖലകളിലും അതിനെ ഒരേപോലെ വിജയം കൈവരിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ കാണാം. പക്ഷേ ഭൂരിപക്ഷം വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രശസ്തരായ വ്യക്തികളായിക്കോട്ടെ, IAS ഒക്കെ കിട്ടി, IPS ഒക്കെ ആയിട്ടുള്ള കളക്ടറും ഒക്കെ പോലീസ് ഓഫീസറുമായിട്ടൊക്കെ ഇരിക്കുന്ന പല വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ മേഖലകളിൽ ഒക്കെ വർക്ക് ചെയ്തിരുന്ന വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷേ അവർ പലപ്പോഴും ഔദ്യോഗിക ജീവിതത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഇത്തരത്തിലുള്ള സർഗാത്മകമായ രചനകളിൽ സർഗാത്മകമായ കഴിവുകൾ ഉണ്ടായിട്ടും അതിൽ കാര്യമായ ഗൗരവത്തോടെ ഉണ്ടാവില്ല. അവർ അതിനെ ഒരു ഹോബിയായിട്ട് എടുത്തുകൊണ്ട് ആ മേഖലകളിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവരധികം പ്രസക്തി കൊടുത്തിട്ടുമില്ല. അവർ പൂർണ്ണമായിട്ടും അവരുടെ ആ ഒരു സമയത്തെ അവരുടെ ഫോക്കസ് ഫുള്ളും അവരുടെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിലേക്ക് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും പലപ്പോഴും നമുക്കൊക്കെ സർഗാത്മകമായ പല കഴിവുകളുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്ന്, അതുപോലെ തന്നെ ഗാർഹിക ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന സമയത്ത് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ, ജോലിപരമായ ഉത്തരവാദിത്തങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള സർഗാത്മകമായ രചനകളിലോ സർഗാത്മക സൃഷ്ടിയിലോ ഏർപ്പെടാൻ സാധിക്കാതെ വരാറുണ്ട്. സമയക്കുറവ് മാത്രമായിരിക്കില്ല അതിലൊരു കാരണം. എന്നാൽ ഒരു വേള വരെ, അതായത് ഒരളവ് വരെ നമ്മൾ നമ്മുടെ ജോലിയെ സ്നേഹിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഔദ്യോഗികമായ ജോലി നമുക്ക് ഒരളവ് വരെ ആനന്ദം പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിരാശാബോധത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. എന്നാൽ നമ്മുടെ ജോലിയെയും വെറുക്കുകയും നമ്മുടെ സർഗാത്മകമായി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയും ചെയ്യാതെ വരിക, അത് ജോലിയുടെ തിരക്കുകൾ കാരണം സർഗാത്മകമായി യാതൊരു തരത്തിലുള്ള ഏർപ്പാടുകൾ നമുക്ക് ഏർപ്പെടാതെയും വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വളരെ ഭയാനകമായൊരു സിറ്റുവേഷനാണ്. അത്തരത്തിലുള്ള പല സിറ്റുവേഷൻസിലേക്കും പോകുമ്പോഴാണ് സ്ട്രെസ്സ് കൂടുകയും പലതരത്തിലുള്ള നിരാശാബോധങ്ങൾ, ഡിപ്രഷൻ തുടങ്ങിയതിലേക്ക് മനുഷ്യർ കൂപ്പുകുത്തുകയും ചെയ്യുകയും അതിനുശേഷം പലപ്പോഴും ചിലപ്പോൾ ആത്മഹത്യയിലേക്കും മറ്റും ആളുകൾ മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന, അത് വളരെ സീരിയസ് ആയ ഒരു ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതിനാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഔദ്യോഗിക ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ സർഗാത്മകമായ ഒരു മേഖല വളരെയധികം ശുഷ്കമായി പോവുകയും അവിടെ നമുക്കൊരു വേണ്ട വിധത്തിലുള്ള നമുക്ക് ശ്രദ്ധിക്കാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. മറിച്ച് അതിലും ഭീകരമായ ഒരവസ്ഥ, നമ്മൾ സർഗാത്മകതയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഔദ്യോഗികമായ ചില ചുമതലകൾ നമ്മൾ വ്യതിചലിക്കുകയും നമുക്ക് അവിടെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയും ഒരുപക്ഷെ അവിടെ നമ്മളേറെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയുമുണ്ട്. അതായത് ഈ ഒരു നൂൽപ്പാലക്കളി എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും സാധിക്കണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശസ്തമായ ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്നാമത്തെ ഒരു ഉദാഹരണം ശ്രീ അയ്യപ്പൻ. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു, നിമിഷ കവിയായിരുന്നു. അദ്ദേഹം വളരെയധികം പ്രശസ്തമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കവിതയോടുള്ള ആസക്തിയെക്കാളും വളരെ മടങ്ങായിരുന്നു അദ്ദേഹത്തിന് മദ്യത്തോടുള്ള ആസക്തി. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആസക്തിയെ വളർത്താനായിട്ട് അദ്ദേഹത്തിന് കൂടെ നടന്ന പലരും ഒരു തരത്തിൽ സഹായിച്ചിരുന്നു. അത് ശരിക്കും അതൊരു ഉപദ്രവമായി മാറുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അകാല ചരമത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം തെരുവിൽ കിടന്ന് മരിക്കുകയുണ്ടായി. ശരിക്കും അത്തരത്തിലുള്ള ഒരു ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കാരണം മദ്യത്തോടുള്ള ആസക്തി, അതായത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ആ ഒരു കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുപോലെ തന്നെ
ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ ഒരു അവധൂതനെ പോലെ നടക്കുകയായിരുന്നു അദ്ദേഹം ജീവിതകാലം അത്രയും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ആ ഒരു 2 മേഖലയിലും അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുപോലെ മറ്റൊരു സമാനമായ ഒരു ഉദാഹരണമാണ് ശ്രീ ജോൺ എബ്രഹാം, അതായത് സംവിധായകൻ ജോൺ എബ്രഹാം. അമ്മയെ അറിയാൻ, അഗ്രഹാരത്തിലെ കഴുത തുടങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തമായ ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ള, സംവിധാനം ചെയ്തിട്ടുള്ള ശ്രീ ജോൺ എബ്രഹാം. അദ്ദേഹവും ത്തിൻ്റെ ഒരു ദൗർബല്യമെന്ന് പറയുന്നത് മദ്യമായിരുന്നു. മദ്യം വലിയൊരു ദൗർബല്യമായിരുന്നു. അതുകൂടാതെ തന്നെ പലപ്പോഴും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തോടൊപ്പം അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഛായാഗ്രാഹകനായ ശ്രീ വേണുവും KG ജോർജുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സംവിധായകന് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ വേണ്ടത്. അതായത് ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഉറച്ചു നിൽക്കുക. അത്തരത്തിലുള്ളൊരു ഉറച്ചു നിൽക്കുന്ന ഒരു ബോധം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതായത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നത് ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും മദ്യത്തിന് അടിമയായി പോവുകയും അല്ലെങ്കിൽ ചിലപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുകയും ഒക്കെ ചെയ്ത് തൻ്റെ സിനിമ പലപ്പോഴും കാരണമായി വൈകാനുള്ള ഒരു കാരണമായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെയധികം കഴിവുകൾ ഉണ്ടായിട്ടും ആ കഴിവുകളെ വേണ്ട രീതിയിൽ, അതായത് തൻ്റെ ഔദ്യോഗികമായ ആ ഒരു മേഖലയായ സംവിധാനത്തിൽ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ പറ്റാതെ പോയത് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ചില ദൗർബല്യങ്ങൾ കാരണമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു വ്യക്തിത്വമാണ് ശ്രീ P. കുഞ്ഞിരാമൻ നായർ. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന അദ്ദേഹം, വളരെ പ്രശസ്തനായ കവിയായിരുന്ന അദ്ദേഹം അധ്യാപകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്ത ബോധമില്ലായ്മ കാരണം അദ്ദേഹം ഒരു ഉത്തരവാദിത്തത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പെട്ടെന്നൊരു ദിവസം ആരോടും പറയാതെ യാത്രകൾക്കിറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു കുടുംബസ്ഥൻ എന്ന നിലയിലോ ഒരു അധ്യാപകൻ എന്ന നിലയിലോ ഒക്കെ അദ്ദേഹം ഒരു വലിയ വിജയം ആകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ മേഖലയിൽ അദ്ദേഹത്തിന് ശോഭിക്കാതെ പോവുകയും അതുപോലെ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് ശോഭിക്കാതെ പോവുകയും ചെയ്തു എന്നതും ഒരു സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സാധാരണക്കാരായ നമ്മളെപ്പോലെ തന്നെ പ്രശസ്തരായ വ്യക്തികൾക്കും ഇത്തരം ചില ദൗർബല്യങ്ങൾ കൊണ്ടും സ്വഭാവ വൈചിത്ര്യങ്ങൾ കൊണ്ടുമൊക്കെ ഈ ഒരു നൂൽപ്പാലക്കളി സാധിക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നൂൽപ്പാലക്കളി വേണ്ട എന്ന് തന്നെ വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഒരു സാഹിത്യ സബരിയിലേക്ക്, അല്ലെങ്കിൽ സർഗാത്മക സബരിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ചില വ്യക്തികളുണ്ട്. അത് വലിയൊരു റിസ്ക്കാണ്. ശരിക്കും നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ജോലിയും മറ്റും വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണ്. കാരണം സാമ്പത്തിക ഭദ്രത, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം തുടങ്ങിയ വലിയ ഒരു കന്മതിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനും സാധിക്കാതെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സർഗാത്മകമായ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റിയെന്നില്ല. കാരണം നമ്മളത് വിജയിച്ചില്ലെങ്കിലോ നമുക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകാതെ പോയി നമ്മൾ വലിയൊരു ബാധ്യതകളിലേക്കൊക്കെ നമ്മൾ വീണു പോകുമോ എന്നുള്ളൊരു ഭയമാണ് പലരെയും ഇത്തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള റിസ്ക് വളരെ കാലങ്ങൾക്ക് മുമ്പ് എടുത്തിരുന്ന 2 വ്യക്തികളായിരുന്നു ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറും ശ്രീ SK പൊറ്റക്കാടും. വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം വളരെ പ്രശസ്തനായ സാഹിത്യകാരൻ, ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തനായ അദ്ദേഹം 1930കളിലും 40കളിലുമൊക്കെയാണ് അദ്ദേഹം ഇത്തരമൊരു തീരുമാനമെടുത്തത്. അദ്ദേഹം വളരെ കാലം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതുമൂലം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും കുറേ കാലം അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്ന് അദ്ദേഹം സാഹിത്യകാരനാകാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ കുറേ ചുമതലകൾ അദ്ദേഹത്തിന് വീട്ടേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ഏക ജോലി എന്ന് പറയുന്നത് സാഹിത്യരചനയായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ ഒരു ശക്തമായ തീരുമാനമെടുത്തു. അദ്ദേഹം സാഹിത്യരചനയിലേക്ക് ഇറങ്ങും. അങ്ങനെ അദ്ദേഹം സാഹിത്യത്തിൽ ഇറങ്ങി. പക്ഷേ ആ ഒരു കാലഘട്ടം വളരെ പ്രതികൂലമായൊരു കാലഘട്ടമായിരുന്നു. ആ ഒരു 40കൾ 50കൾ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് സാഹിത്യത്തിന് പ്രതിഫലം ചോദിക്കുക എന്ന് പറയുന്ന വലിയൊരു പാപമായിട്ട് കണക്കാക്കിയിരുന്നൊരു കാലഘട്ടമായിരുന്നു. അതായത് സരസ്വതി ക്ഷേത്രത്തെ വേശ്യാലയമാക്കുന്നു എന്നാണ് പ്രതിഫലം ചോദിച്ചിരുന്ന സാഹിത്യകാരന്മാരോട് പലരും പറഞ്ഞിരുന്ന വിമർശനം. പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സ്വന്തം രചനയ്ക്ക് വേണ്ടിയുള്ള പ്രതിഫലം ചോദിക്കാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം അന്നത്തെ വലിയ ഒരു പ്രശസ്തമായ മാസികയായ ശ്രീ മംഗളോദയം എന്ന മാസികയുടെ പത്രാധിപരായിരുന്ന ശ്രീ AKTKM നമ്പൂതിരിപ്പാടിൻ്റെ മുമ്പിൽ ചെന്ന്, അദ്ദേഹത്തിന് മുമ്പിൽ സാധാരണ സാഹിത്യകാരന്മാർ ഇരിക്കുക പോലും ചെയ്യില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ പോയി ഇരിക്കുകയും തൻ്റെ രചനയ്ക്ക് വേണ്ടിയുള്ള പ്രതിഫലം ചോദിച്ചു വാങ്ങുകയും ചെയ്തൊരു വ്യക്തിയാണ് ശ്രീ ബഷീർ. അപ്പോൾ അത്രയും ശക്തമായ
ശക്തമായ ഒരു വ്യക്തിത്വമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു തീരുമാനം എടുക്കുകയും അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ സമാനമായൊരു വ്യക്തിത്വമാണ് CSK പൊറ്റക്കാട്. ഒരുപക്ഷേ ലോകസഞ്ചാരി, കേരളത്തിൽ നിന്ന് വന്ന ഒരു ലോകസഞ്ചാരിയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ അത്രയും സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, കപ്പലിലും മറ്റും യാത്ര ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ലോകമൊട്ടുക്ക് സഞ്ചരിച്ച് ഒരു ഫോണോ ഒരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസംസ് ഒന്നും ഇല്ല, കത്തിലൂടെയാണ് പലപ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ലോകമൊട്ടാകെ സഞ്ചരിക്കുകയും അതിനെപ്പറ്റി സാഹിത്യം എഴുതുകയും ചെയ്ത വ്യക്തിയാണ് CSK പൊറ്റക്കാട്. അതുപോലെ തന്നെ നമ്മുടെ ശശി തരൂറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ കൈവച്ച മേഖലകളിലെല്ലാം വിജയിച്ചൊരു വ്യക്തിയും കൂടിയാണ് CSK പൊറ്റക്കാട്. അദ്ദേഹം വലിയൊരു സഞ്ചാരിയായിരുന്നു. അതിനുശേഷം ആ സഞ്ചാര സാഹിത്യം എഴുതി, അത് വളരെ വിജയമായി. അദ്ദേഹം നോവലുകൾ എഴുതി, ഒരു ദേശത്തിൻ്റെ കഥ തുടങ്ങിയ നോവലുകൾ എഴുതി, അതിന് സാഹിത്യ അവാർഡ് കിട്ടി, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അദ്ദേഹം രാഷ്ട്രീയത്തിലിറങ്ങി, അദ്ദേഹം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു, പാർലമെൻറ്റിലേക്ക് പോയി. അദ്ദേഹം വലിയൊരു വാഗ്മിയായിരുന്നു. അതുകൂടാതെ അദ്ദേഹം വലിയൊരു ഓർഗനൈസറായിരുന്നു. പലതരത്തിലുള്ള വളരെ പ്രശസ്തമായ പരിപാടികളും അദ്ദേഹം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കൈവെക്കുന്ന മേഖലകളിലൊക്കെ വളരെ പ്രശസ്തി നേടിയൊരു വ്യക്തിയാണ് CSK പൊറ്റക്കാട്. അപ്പോൾ അദ്ദേഹം സാഹിത്യം കൊണ്ട് ജീവിക്കാം എന്നൊരു ശക്തമായ തീരുമാനമെടുത്ത് അതിലേക്ക് ഇറങ്ങിയത് ഈ പറയുന്ന 50കളിലും ഒക്കെ ആയിരുന്നു. ആ ഒരു കാലഘട്ടം വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. കാരണം ഇന്ത്യയിൽ ഇന്നത്തെ അത്രയും ജോലി സാധ്യതകളോ ഒന്നും ഉള്ള ഒരു കാലഘട്ടമല്ല. ഒരു ജോലി എന്നൊക്കെ പറയുന്നത് ജീവിക്കാൻ വളരെ അത്യാവശ്യമുള്ളൊരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും സാഹിത്യരചനയിലേക്ക് ഇറങ്ങുകയും അതിൽ വിജയിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അപ്പോൾ അതിന് സാധിച്ചൊരു വ്യക്തിയാണ് CSK പൊറ്റക്കാട്. അപ്പോൾ ഈ പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറും SK പൊറ്റക്കാടിനെ പോലുള്ള വ്യക്തികൾ, അവർ പൂർണ്ണമായിട്ടും ആ സർഗാത്മകമായ മേഖലയിലേക്ക് കൂപ്പുകുത്തുകയും ഈ നൂൽപ്പാലക്കളി വേണ്ടെന്ന് വെച്ച് പൂർണ്ണമായി ഇതിലേക്ക് ഇറങ്ങുകയും അതിൽ വിജയിക്കുകയും ചെയ്ത വ്യക്തികളാണ്. പക്ഷേ അതൊരു വലിയ റിസ്ക്കുള്ള ഒരു തീരുമാനമാണ്. നമ്മുടെ സർഗാത്മകമായ നമ്മുടെ അത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് സാധാരണക്കാരായ സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഫേസ്ബുക്ക് തുടങ്ങിയ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇന്ന് ആളുകൾ തങ്ങളുടെ സർഗാത്മക കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു പരിധിവരെ ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കിന്ന് കിട്ടുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങളും നമുക്കിന്നുണ്ട് പണ്ടത്തേതിൽ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാഹിത്യപരമായിട്ടുള്ള നമ്മുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ ഉപയോഗിക്കുകയും ഒരുപക്ഷെ അതിൽ നമ്മൾ വളരെയധികം വിജയിക്കുകയാണെങ്കിൽ മാത്രം നമ്മളതിലേക്ക് പൂർണ്ണമായിട്ടും നമ്മൾ മാറുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായിട്ടും ബുദ്ധിയായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിൽ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ സർഗാത്മകതയായിരിക്കും നമുക്ക് കുഴിച്ചു മൂടേണ്ടി വരിക. ആ ഒരു മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയോടെ വേണം നമ്മൾ ഇത്തരത്തിൽ സർഗാത്മകതയിലും ഔദ്യോഗികമായ നമ്മുടെ കൃത്യനിർവഹണത്തിലും ഏർപ്പെടേണ്ടത്. താങ്ക് യു.